ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ ഞാനും നേർന്നുകൊള്ളുന്നു. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഒപ്പം തന്നെ ഈ വർഷവും നമുക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ സ്കൂളും എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ സ്വാതന്ത്ര്യദിന പരിപാടികൾ ബൈബിൾ കോളേജിലെ കുട്ടികളും എല്ലാവരും ചേർന്നിട്ടാണ് കേട്ടോ. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് കിട്ടിയത് കൊണ്ട് എന്താ പറയുക, നല്ല കാര്യമാണ്. എന്നാൽ പല രീതിയിലും നമ്മൾ പലരുടെയും കാര്യങ്ങളിലേക്ക് ഒരുപാട് അങ്ങ് സ്വാതന്ത്ര്യമായി പോവാറുമുണ്ട് കേട്ടോ. അത് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ തോന്നിയതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂളിലെ കുട്ടികളെല്ലാവരും രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ HM ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടി ഉയർത്തുക എന്നതാണ്. ഏതൊക്കെ സ്ഥലത്ത് നിന്ന് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യൻ പതാക അങ്ങ് ഉയർന്നു പോകുമ്പോഴും അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുമ്പോഴൊക്കെ പിന്നെ അതുപോലെ നമ്മുടെ പാട്ടൊക്കെ കൂടി ആവുമ്പോൾ ശരിക്കും രോമാഞ്ചം വരും കേട്ടോ. അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. എനിക്കും ആ ഒരു ഫീൽ അനുഭവിക്കാൻ സാധിച്ചു. കാരണം ഞാനിപ്പോഴും ഞാൻ പറയാം, പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞ സ്വാതന്ത്ര്യദിനം എന്നുള്ളത് നമുക്ക് മിഠായി പറക്കാനും ലഡു മേടിക്കാനായിരുന്നു. പിന്നെ ഇച്ചിരി കൂടിയൊക്കെ വന്നപ്പോൾ നമുക്ക് ഒരു റെസ്പെക്റ്റ്, അതായത് നമ്മുടെ എന്താ പറയുക, അതൊക്കെ ഓരോ ഇന്ത്യൻ പൗരന്മാർക്കും എന്നൊക്കെ എന്താ പറയുക, ചോര തിളയ്ക്കും എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലാണ് കേട്ടോ. നമ്മുടെ കൊടിയായാലും എല്ലാ സംഭവങ്ങളും കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു വികാരം തന്നെയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ പരിപാടികൾ ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ അതേ നമ്മുടെ ആങ്കർ മീൻസ് എല്ലാ കാര്യങ്ങളും പറയുന്നത് നമ്മുടെ ലിയ ടീച്ചറാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കൊടി ഉയർത്താൻ പോവാണ് കേട്ടോ. പിന്നെ കാലാവസ്ഥയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ പിള്ളേരൊക്കെ ഉള്ളത് നമ്മുടെ ബൈബിൾ കോളേജിലത്തെ പിള്ളേരാണ്. അപ്പോൾ മഴയാണ്, പക്ഷെ എങ്കിലും നമ്മുടെ കൊടി ഉയർത്തിയേ തന്നെ പറ്റുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ HM റെസ്പെക്റ്റോടെ ബഹുമാനത്തോടെ എന്താ പറയുക, ആ ഒരു ഇന്ത്യൻ പതാക ഉയർന്നു പോകുമ്പോഴൊക്കെ നമുക്ക് ഏതൊരു ഇന്ത്യൻ ആയിരിക്കുന്ന ആൾക്കാർക്കും ഒരു അഭിമാന നിമിഷമാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സ്റ്റെനിയാസ് കിച്ചൻ്റെ വക സ്വാതന്ത്ര്യദിന ആശംസകൾ. അപ്പോൾ നമ്മുടെ RGLP സ്കൂളിൻ്റെ മുറ്റത്തും നമ്മുടെ ഇന്ത്യൻ പതാക ഉയർന്നിരിക്കുന്നു. നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കാലാവസ്ഥ അതെന്താ സംഭവം എന്ന് അറിഞ്ഞുകൂടാ. വളരെയധികം എന്താ പറയുക, നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എന്നൊക്കെ പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു, പക്ഷേ ഈ വർഷം നല്ല മഴയായിരുന്നു. പക്ഷേ കൊടി ഉയർത്താൻ നമുക്ക് മഴയായാലും വെയിലായാലും നമുക്കത് ഉയർത്തി തന്നെ പറ്റുള്ളൂ. ബാക്കിയുള്ള കുട്ടികളുടെ പരിപാടികളൊക്കെ നമ്മൾ ഹാളിൽ ചെയ്യാമെന്നാണ് കരുതിയത്. അപ്പോൾ കുട്ടികളെല്ലാവരും സൈഡിൽ അവരൊന്നും മഴയത്തൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ആകാംക്ഷയിൽ അവരതൊക്കെ നോക്കി നിന്ന് നമ്മൾ കൊടിയൊക്കെ ഉയർത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ഹാളിലോട്ടാണ് കേട്ടോ പോകുന്നത്. എല്ലാവരും എന്താ പറയുക, ഒരുമിച്ച് നമ്മുടെ ഗ്രൗണ്ടിൽ സാധാരണ എല്ലാവരും തിങ്ങി നിറയുന്ന ഒരു ഗ്രൗണ്ടാണ്. പക്ഷെ മഴ ചതിച്ചു. അപ്പം നമ്മുടെ ഓരോ കുട്ടികളും അവരുടെ ഓരോ ഡ്രസ്സിങ് രീതിയൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഷേളിയമ്മ പിള്ളേരെയൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ബൈബിൾ കോളേജിലെ പിള്ളേർ എല്ലാവരും എന്താ പറയുക, വളരെയധികം അച്ചടക്കത്തോട് കൂടിയിട്ട് തന്നെയാണ് പോകുന്നത്. അത് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സ്കൂളിൽ എല്ലാ സ്കൂളിലും എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നമ്മുടെ സ്കൂള് അത് എങ്ങനെയൊക്കെ പറഞ്ഞാലും അവിടെ വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. ഞാൻ ഇതിൽ കൂടുതൽ ഇനി ഒന്നും പറയില്ല. അപ്പോൾ ഓരോരുത്തരും നിങ്ങൾ ചിന്തിക്കും ഇതെന്താ പല ഭാഷയിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, അവർ ബൈബിൾ കോളേജിൽ പഠിക്കാമെന്നാണ്. അപ്പോൾ ഇതേ നമ്മുടെ പിള്ളേരുടെ ഡാൻസ് അങ്ങ് തുടങ്ങി. നമ്മുടെ സ്വാതന്ത്ര്യദിനം നമ്മളും അങ്ങ് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. സന്തോഷത്തോടു കൂടെ നമ്മുടെ കുഞ്ഞുമക്കളുടെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് പറ്റാവുന്നിടത്തോളമൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം 2 സ്കൂളിലത്തെയും 3 സ്കൂള് ബൈബിൾ കോളേജ് അടക്കം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരൻസിനെ കൊണ്ട് തിങ്ങി നിറഞ്ഞ് ഒരു ജനസാഗരമായിരുന്നു നമ്മുടെ ഹാള്. എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിജി ടീച്ചർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരാൾ ഫ്രണ്ടിലോട്ട് വന്നിരുന്ന ഒരു 3 ആളുടെ സ്ഥലം പോകും. അത് കാരണം ഞാൻ സൈഡിലൊക്കെ ഒതുങ്ങി നിൽക്കായിരുന്നു. പിന്നെ അത് തന്നെയല്ലാതെ നമുക്ക് വേറെ ഒരുപാട്
എന്താ പറയുക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദേ നമ്മുടെ ടീച്ചർമാരൊക്കെ പിള്ളേരുടെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേ ഡുഡും ഈ ഡാൻസിൻ്റെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾക്ക് ആ ഡോറിൻ്റെ അവിടെ നോക്കിയാൽ കാണാം അപ്പയും വന്നിട്ടുണ്ട് മോൻ്റെ ഡാൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എന്താ പറയുക നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അതിൽ പകുതി മുക്കാൽ ആൾക്കാരും അതായത് കുറച്ച് പേരൊക്കെ മുടങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ ഇങ്ങനെയെല്ലാം എന്താ പറയുക നമ്മൾ എല്ലാത്തിലും പങ്കെടുക്കണം. നമുക്ക് ഇപ്പോൾ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ഒന്ന് വന്ന് കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. സ്വാതന്ത്ര്യ ദിനം എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഇപ്പോൾ ഇന്ന് ജനിക്കുന്ന കുട്ടിക്ക് വരെയും എന്താ പറയുക അതൊരു അഭിമാന നിമിഷമാണ്. അത് പല മാതാപിതാക്കളും തിരക്കിനിടയിലാണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിലും അതൊക്കെ മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇൻ്റർനാഷണൽ സ്കൂളിലെ കുട്ടികളുടെ ഫാൻസി ഡ്രസ്സാണ്. അപ്പോൾ ഡാൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ പല എന്താ പറയുക ഭാഷയിലുള്ള അല്ലെങ്കിൽ പല എന്താ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ ആയിട്ടാണ് നമ്മുടെ കുട്ടികൾ. എന്ത് രസമാണെന്ന് നോക്കിക്കുക നിങ്ങൾ. ഇങ്ങനെ ഈ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെയൊക്കെ എന്താ പറയുക ടീച്ചർ പിടിച്ച് നിൽക്കുന്നതും അതുപോലെ ടീച്ചർ അവിടെ നിൽക്കും ഇവിടെ നിൽക്കുമെന്ന് പറയുന്നതും അവരുടെ ആ പെർഫോമൻസ് നമ്മൾ ആകാംക്ഷയുടെ കൂടെ കാണാനിരിക്കുന്നതും അതിൽ നമ്മൾ എന്ത് തെറ്റ് വന്നാലും നമുക്കതിന് എന്താ പറയുക അതൊരു വലിയ ഒരു പ്രശ്നമായിട്ട് തോന്നിക്കാനോ ഒന്നുമില്ല. പക്ഷെ എന്താ പറയുക കുഞ്ഞു മക്കൾ അത് ഇങ്ങനെ കളിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ വളർന്ന് നല്ല മക്കളെ തന്നെ എല്ലാവരും നല്ല മക്കളായിട്ട് ഇനിയും ഇനിയും ഉയർന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്കൂളിനെ നല്ല രീതിയിൽ ഉയർത്തിപ്പിടിച്ച് കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരുപാട് കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വരട്ടെ എന്നും നമ്മൾ എന്താ പറയുക ആഗ്രഹിക്കുന്നു. അപ്പോൾ കുട്ടികളുടെ ഡാൻസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ വല്ലാത്തൊരു സുഖന്യാണ് കേട്ടോ. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ എത്രത്തോളം എനിക്കത് കാണിച്ചു തരാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷം. നമ്മൾ ഉള്ളിലെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് പ്രകൃതി തകൃതിയായിട്ട് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമാതിരി ആഘോഷിക്കാൻ പാടില്ലായിരുന്നു. ഒരുപാട് എന്താ പറയുക വെള്ളപ്പൊക്കം പോലെയായിരുന്നു. അപ്പോൾ അതേ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ ഹോള് തിങ്ങി നിറഞ്ഞ് ഞങ്ങളൊക്കെ ബെഞ്ചിൻ്റെ മുകളിലാണ് കയറി നിന്ന് കണ്ടായിരുന്നത്. അത്രയധികം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ക്ലാസ്സുകാരുടെ ഡാൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ പിള്ളേരുടെ ഡാൻസ് ഞങ്ങൾക്ക് കാണുമ്പോൾ നമ്മുടെ മക്കളുടെ ഡാൻസ് കാണുന്നൊരു പ്രതീതി തന്നെയാണ് കേട്ടോ. അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്താ പറയുക ഒരുപാട് സന്തോഷം. ചില ആൾക്കാർക്ക് ശാല സ്കൂള് അല്ലെങ്കിൽ റഹബോത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒക്കെ എന്താ പറയുക അനാഥ കുട്ടികൾ അങ്ങനെയുള്ളവരൊക്കെ എന്താ പറയുക പഠിച്ചിരുന്നൊരു സ്കൂളാണ്. പക്ഷേ എന്ന് കരുതി ഇന്ന് അങ്ങനെയല്ല, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ ഒരിക്കലും കുട്ടികളെ സ്കൂളിലേക്ക് നമ്മുടെ സ്കൂള് കണ്ട് നിങ്ങൾ പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയൊരു സ്കൂളാണ് എങ്കിലും നിങ്ങൾ അങ്ങനെ വിലയിരുത്തി നമ്മുടെ സ്കൂളിനെ അങ്ങനെ താഴ്ത്തരുത്. കാരണം ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ സ്കൂളിലോട്ട് കടന്നു വന്ന് പഠിക്കണം. കാരണം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഞാൻ അടിവരയിട്ട് പറയുന്നു. നമ്മുടെ മറ്റുള്ള സ്കൂളുകളിലേക്കാളും കൂടുതൽ ഒരു പൊടി മുകളിൽ നമ്മൾ ടീച്ചർമാരെ എല്ലാവരും അടക്കം നമ്മുടെ കുട്ടികളെ എന്താ പറയുക നല്ല നല്ല കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. നമുക്ക് ഞാനത് നിങ്ങൾക്ക് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലവർ നമ്മുടെ സ്കൂളിൻ്റെ അടുത്തുള്ള ആൾക്കാർ വരെ മറ്റുള്ള സ്കൂളുകളിലൊക്കെ കൊണ്ട് ചേർത്തുന്നത് കാണാം. നിങ്ങളൊരിക്കലും നമ്മുടെ സ്കൂളിൽ വന്നിട്ട് കുട്ടി പഠിച്ചില്ല എന്നോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് അങ്ങനെ പറ്റിയില്ല എന്നോ ഒരാളും പറയില്ല. നമ്മുടെ ടീച്ചർമാർ മാക്സിമം നോക്കി അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അപ്പോൾ ഇനി വരുന്ന തലമുറകൾ നമ്മുടെ സ്കൂളിൽ തിങ്ങി നിറഞ്ഞ് പഠിക്കാൻ ഒരു എന്താ പറയുക അവസരം ഉണ്ടാവട്ടെ. അതുപോലെ നമ്മുടെ ഇൻ്റർനാഷണൽ പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് പരീക്ഷയുടെ അതായത് പരീക്ഷയാണല്ലോ അടുത്ത ആഴ്ച. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പിള്ളേരെ ഒരുപാട് ഐറ്റംസുകളൊന്നും നമുക്ക് പഠിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് തിരക്കുകൾ അതായത് മുടക്കുകൾ ഇങ്ങനെ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടേ കലക്ടർ മുടക്ക് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ പിറ്റത്തെ ദിവസം മഴ ഉണ്ടാവില്ല, വെയിലായിരിക്കും. തലേദിവസം നല്ല മഴയാണെങ്കിൽ അപ്പോൾ വിചാരിക്കും നാളെ ക്ലാസ് ഇല്ലയെന്ന്.
അപ്പോൾ ക്ലാസ്സിൽ പോവാണ്ടിരിക്കുമ്പോൾ ഓരോ കുട്ടികൾക്കും പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളൊന്നും പഠിച്ച സമയത്തെ പഠിപ്പൊന്നുമല്ല ഇന്നത്തെ. നമ്മൾ എത്ര എങ്ങനെയൊക്കെ പറഞ്ഞാലും അവരത് പഠിച്ചെടുക്കണ്ടേ. നമ്മളൊക്കെ പഠിച്ച രീതികളേ അല്ല. അപ്പോൾ നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരൊക്കെ എന്താ പറയുക, അവർക്കും ഒരു ഫ്രീഡം കൊടുക്കുക ഒക്കെ ചെയ്യണം. ഞാനിത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ പറയാൻ എന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പഠനത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക കുട്ടികളെ എന്ന് കരുതി തല്ലി പഴുപ്പിച്ച് പഠിപ്പിക്കുക എന്നല്ല. അവരെ പറ്റുന്ന നമ്മുടെ മക്കളാണ്, നമ്മുടെ മക്കൾക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാം. കാരണം നമ്മുടെ പഠിപ്പ് തന്നെയായിരിക്കും മക്കൾക്ക് കിട്ടുക. പിന്നെ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതായത് അടുത്തത് നമ്മുടെ ബൈബിൾ കോളേജിലെ കുട്ടികളുടെ ദേശഭക്തി ഗാനമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ സേവനം, അതായത് ബൈബിളിനെ കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ചുള്ള ആ ഒരു അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പഠിക്കാനായിട്ട് തയ്യാറായി വന്ന ഓരോ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് അവരും എന്താ പറയുക, ദേശഭക്തി ഗാനം നല്ല രസമായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാലോ. ഒരുപാട് ഇഷ്ടമായി. അവരുടെ ആ ഒരു അച്ചടക്കവും എല്ലാ കാര്യങ്ങളും അവരെ നോക്കുന്ന അധികാരികൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ നല്ലൊരു സ്വാതന്ത്ര്യദിനാഘോഷമായിരുന്നു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ പരിപാടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിഠായി വിതരണമാണ് കേട്ടോ. മിഠായി വിതരണം, അതുപോലെ ലഡു, അങ്ങനെ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമുക്ക് മധുരം ഒഴിവാക്കണം എന്നാണ്. പക്ഷേ എങ്കിലും കുട്ടികളുടെ ഒരു സന്തോഷത്തിന് നമുക്ക് അവർക്കൊരു മിഠായിയൊക്കെ നമ്മൾ ഒരു പാക്കറ്റ് മിഠായിയാണ് കേട്ടോ കരുതിയത്. ഒരു പാക്കറ്റല്ല കേട്ടോ, 2 പാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർനാഷണലുള്ള അവർ പേടയോ അങ്ങനെ എന്തോ സംഭവമാണ് കൊടുത്തത്. അപ്പം നമ്മൾ കുട്ടികൾക്ക് ഓരോ മിഠായി, ആ ഒരു കാര്യത്തിലൊക്കെ നമ്മുടെ ടീച്ചർമാരെ പിള്ളേർക്ക് മധുരം കൊടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം കൊടുക്കില്ല. പക്ഷെ ഇന്ന് അവർ ശരിക്കും എന്താ പറയുക, ഒരു മനസ്സലിവ് പോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പിള്ളേരെ ഓടി വന്നിട്ട് സ്റ്റെനി ആൻറ്റി വീഡിയോ എടുക്കാണോ എന്നൊക്കെ പറയാണ്. അപ്പോൾ അതേ വന്നു കഴിഞ്ഞാൽ എൻ്റെ ചടങ്ങ് ഷേളിയമ്മേനെ കണ്ടു കഴിഞ്ഞാൽ ഞാനിതിങ്ങനെ എടുത്തിങ്ങനെ ആട്ടും, ഡിങ്കിരിടങ്ക. അത് വല്ലാത്തൊരു സുഖം തന്നെയാണ് കേട്ടോ, അതൊരു സന്തോഷം. അപ്പോൾ അതേ നമ്മുടെ നിനിതയുണ്ട്, നമ്മുടെ അച്ഛമ്മനോടൊക്കെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടീച്ചർമാരെ എല്ലാവരുമായിട്ട് നമ്മൾ സംസാരിക്കും. നമ്മൾ എന്താ പറയുക, ആ ഒരു നമ്മൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം നമ്മൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് ദൃഢമാക്കും. അപ്പോൾ പിള്ളേരുടെ നമ്മുടെ ക്ലാസ് ടീച്ചർ പേരൻസിനെയൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾ ടീച്ചർമാരുടെ അടുത്ത് അവരെ മക്കൾ എങ്ങനെയാണ് എന്താണ് എന്നുള്ള സമയത്ത് അതൊക്കെ ചോദിക്കും. അപ്പോൾ അതേ നമ്മുടെ പിള്ളേരെ മിഠായിയൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറയും, സ്റ്റെനി ആൻറ്റി ഞങ്ങളെയും കൂടി എടുക്കണേ എന്ന് പറയും. നമ്മുടെ ശിവദേവ് ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൽ പട്ടാളക്കാരൻ്റെ എന്താ പറയുക വേഷവിധാനത്തിലാണ് വന്നത്. അതുപോലെ മഴ കണ്ട, എപ്പം തുടങ്ങിയ മഴയാണെന്നറിയോ, ഇത് നിന്നിട്ടേ ഇല്ല, മുഴുവൻ മഴ. ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല, പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഓരോരുത്തരും മഴ നനഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് എന്താ പറയുക ഒക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മുറ്റത്ത് കണ്ടോ വെള്ളം ഇങ്ങനെ കെട്ടി തുടങ്ങി. അതിപ്പോൾ ഈ മഴയിലാണ് കേട്ടോ, അല്ലെങ്കിലൊന്നും നമ്മളെ സ്കൂൾ പരിസരങ്ങളിലൊന്നും ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കാറില്ല. അപ്പോൾ അതേ അമ്മ മക്കളുടെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇത് നമ്മുടെ ഡുഡുവിൻ്റെ ക്ലാസ് ടീച്ചറാണ്. അപ്പോൾ അതേ നമ്മുടെ പിള്ളേർ അങ്ങനെ ഒരു സ്വാതന്ത്ര്യദിനം കൂടി നമ്മൾ ആഘോഷിച്ച് തിരിച്ച് ഒരു കുടയിൽ ഒരുമിച്ച് എന്ന പോലെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അത് എൻ്റെ അമ്മയും ദീദിയും വന്നതാണ്. അപ്പോൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.